സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചപ്പം എന്തോ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനപ്പോൾ ഫോണിൻ്റെ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ പിന്നെ വൈഫൈ വെച്ചിട്ടാണ് ചെയ്യണത്. ഈ ആർക്കെങ്കിലും കേൾക്കാനുണ്ടെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമായിരുന്നു. എന്തായിരുന്നാലും പിന്നെ കേരളത്തിൽ കാരണഭൂതൻ്റെ രണ്ടാം സർക്കാർ വന്നപ്പോൾ കാരണഭൂതൻ ആദ്യം തന്നെ തീരുമാനിച്ചത് വിവരമുള്ള, സ്വന്തമായി തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന, സ്വന്തമായി പിന്നെ കണ്ടുകൊണ്ട് പിന്നെ കാര്യങ്ങളെ കണ്ട് അറിഞ്ഞ് അഭിപ്രായം പറയാൻ കഴിവുള്ള ആൾക്കാരെ ആരെയും മന്ത്രിസഭയിൽ എടുക്കേണ്ടതാണെന്ന് തീരുമാനിച്ചത്. അത് മാത്രമല്ല, കഴിഞ്ഞ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ ഐക്കോണിക് ഫിഗറായിട്ട് നിന്നിട്ടുള്ളത് ഒന്ന് പിന്നെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ വേറൊന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്, പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ആ രവി മാഷ്ക്ക് പിന്നെ സീറ്റ് കൊടുത്തില്ല. ഇത് രണ്ടു വട്ടം മത്സരിച്ചവർ പിന്നെയും മത്സരിക്കാൻ പാടില്ല. അതാണ് പാർട്ടീൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട്. അത് തീരുമാനം എടുപ്പിക്കണമെന്ന് ഇങ്ങേരാണ് തീരുമാനം എടുപ്പിക്കുന്നത്. എന്നാൽ പിന്നെ ഒരുപാട് പ്രാവശ്യം 70-ലും 77-ലും ഒക്കെ നിയമസഭാംഗമായത്, 96-ലും ഒക്കെ നിയമസഭാംഗമായിട്ടുള്ള ആളാണ് ഇങ്ങേര്. എന്നാൽ പിന്നെ ഇങ്ങേർക്ക് സീറ്റ് കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ട അതില്ല. പിന്നെ പ്രാവശ്യം പിന്നെ മന്ത്രിയായ ആൾക്ക് അടുത്ത പ്രാവശ്യം മന്ത്രിയാവാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായ ആൾക്ക് അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാവാം. ഇതാണ് മൂപ്പര പിന്നെ നിയമം എന്ന് പറയുന്ന സാധനത. ഒരു മര്യാദയില്ലാത്തൊരു സംഭവമാണ് മൂപ്പര് നടത്തിക്കൊണ്ടുവന്നത്. മന്ത്രിമാരായവർക്ക് അടുത്ത പ്രാവശ്യം പിന്നെ മന്ത്രിയാവാൻ പറ്റില്ല. മുഖ്യമന്ത്രിയായ എനിക്ക് ഇനിയും മുഖ്യമന്ത്രിയാവാം. ഈ തീരുമാനം എടുപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ PB പിന്നെ കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുന്ന വെറുതെ റബ്ബർ സ്റ്റാമ്പ് പരിപാടിയാണെന്നേ. അത് പിന്നെ ഇയാളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളിനി ഇവർക്ക് സീറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ഇനി ഇവരെ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കിയാൽ നിങ്ങളെ പിന്നെ ഞങ്ങളിവിടുന്ന് 5 പൈസ തരില്ല. ഈ പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന MA ബേബിയും സീതാറ യെച്ചൂരിയും പിന്നെ പ്രകാശ് കാരട്ടും വൃന്ദാക്കാരട്ടും ഒക്കെ പട്ടിണി കിടക്കേണ്ടി വരും. കഞ്ഞി കുടിക്കാൻ കൂടി പൈസ കിട്ടില്ല. കാരണം ഇവിടുന്ന് വേണം കിട്ടാൻ, ബംഗാളിൽ നിന്നൊന്നും കിട്ടാനില്ല, ത്രിപുരയിൽ നിന്നൊന്നും കിട്ടാനില്ല. പിന്നെ ഇവരാരോടെയും ചോദിച്ചാൽ ഇവർ ദില്ലിയിലാണല്ലോ ഈ AKG സെൻറ്റർ അല്ല AKG പിന്നെ ഭവൻ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ദില്ലിയിലുള്ള ഈ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലുള്ള ആൾക്കാർ അവർ നിലനിൽക്കുന്ന ദില്ലിയിൽ ഒരു വാർഡിൽ പോലും ജയിക്കാനുള്ള ഹെൽപ്പില്ലാത്തവരാണ്. അപ്പോൾ ഇയാൾ എന്ന് വെച്ചാൽ പിന്നെ തന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ ആരെയും മന്ത്രിസഭയിൽ എടുക്കാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചു. വളരെ സ്ക്രീനിങ് നടത്തുന്നത് നിങ്ങൾ അനച്ചു നോക്കണം. സുരേഷ് കുറുപ്പൊക്കെ കഴിഞ്ഞ മന്ത്രിസഭയിൽ വരേണ്ടതാണ്, 2016-ലെ. രാജു അബ്രഹാം വരേണ്ടതാണ്. ജനകീയരാണ്, കഴിവുള്ളവരാണ്, സംസാരിക്കാൻ ശേഷിയുള്ളവരാണ്, മനുഷ്യരായിട്ട് ഇടപെടുന്നവരാണ്, മനുഷ്യരുടെ ഇടയിൽ പെരുമാറുന്നവരാണ്. ഈ അകമ്പടിയും ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ അവരെല്ലാം മാറ്റി നിർത്തി. സുരേഷ് കുറുപ്പിനൊക്കെ ഒരിക്കലെങ്കിലും ഇത് മന്ത്രിയായിട്ട് കാണണമെന്നുള്ള എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ K. രാധാകൃഷ്ണനെ ഗതികെട്ടാക്കിയതാണ്. ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണല്ലോ. പിന്നെ ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അയാൾക്കുള്ള കൊണ്ടുവന്നത്. ഇപ്പോൾ അപ്പോഴെന്താ വെച്ചാൽ പിന്നെ അപ്പോഴും മൂപ്പരെ കുറേ വകുപ്പ് പിന്നെ തട്ടിയെടുത്തു. ഏത് മുൻ പരിചയമില്ല. അപ്പോൾ ഈ ചങ്ങായി പിന്നെ വൈദ്യുതി വകുപ്പാണ് ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഏത് കാരണഭൂതൻ 96-ൽ നായനാര മന്ത്രിസഭയിൽ. അയാൾക്ക് അതിന് മുമ്പ് മന്ത്രിസഭയിൽ എന്തെങ്കിലും പരിചയം ഉണ്ടായിട്ടാണോ? അല്ല. ഇതൊക്കെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്തത് മോണിറ്റർ ചെയ്താൽ മതി. അത് ചെയ്യാതെയാണ് ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ശിവൻകുട്ടി മാമൻ്റെ ചില അഭ്യാസങ്ങളിലേക്കാണ്. ശിവൻകുട്ടി മാമൻ ഇന്ന് വളരെ രസകരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട് പത്രക്കാരോട്. ഇനി എല്ലാ 4 വർഷം കൂടുമ്പോഴും സ്കൂൾ ഒളിമ്പിക്സ് നടത്തും. ഇപ്പം കൊല്ലം തോറും യുവജനോത്സവമുണ്ട് സ്കൂളിൽ, ആർട്സുമായിട്ട് ബന്ധപ്പെട്ട്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വർഷം തോറും കായിക പിന്നെ ഇതുണ്ട്, സ്പോർട്സ് ഉണ്ട്. ഈ സ്പോർട്സ് മത്സരങ്ങൾ പിന്നെ അടിത്തട്ട് തൊട്ട് സ്കൂളിൽ നടക്കുന്നു, സബ് ജില്ലയിൽ നടക്കുന്നു, ജില്ലയിൽ നടക്കുന്നു, വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ അതിൽ നടക്കുന്നു, അതിന് ശേഷം സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നു. ഇതിനൊക്കെ പുറമെ 4 വർഷം കൂടുമ്പം ഈ പരിപാടി നടത്തുന്നു. ഏത് സ്കൂൾ ഒളിമ്പിക്സ്. അപ്പം എന്താ വെച്ചാൽ ശിവൻകുട്ടി മാമന് പിന്നെ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നി, യൂറോ കപ്പ് 4 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുന്നത്, ലോകകപ്പ് ഫുട്ബോൾ 4 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുന്നത്, ഒളിമ്പിക്സ് 4 കൊല്ലം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പം അതേമാതിരി നമ്മൾ സ്കൂളിൽ ഒരു ഒളിമ്പിക്സ് 4 കൊല്ലം കൂടുമ്പോൾ നടത്തുക. അതിനർത്ഥം ഇപ്പം 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക്, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഈ കൊല്ലം എന്തായാലും നടത്തുന്നു പറഞ്ഞു. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇപ്രാവശ്യം പങ്കെടുക്കാം. പിന്നെ ഈ കുട്ടിക്ക് അടുത്ത ഒളിമ്പിക്സ്, ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് ഒളിമ്പിക്സിലേ പങ്കെടുക്കാൻ പറ്റില്ലാന്നേ. ഹൈസ്കൂളും UP സ്കൂളും LP സ്കൂളും 3 കാറ്റഗറി ആയിട്ടാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഈ കുട്ടി അടുത്ത ഇപ്പം 7ാം ക്ലാസ്സിൽ പങ്കെടുത്താൽ 8 തൊട്ട് 8, 9, 10 പിന്നെ 3 കൊല്ലേ ഉള്ളൂ. പിന്നെ ആ കുട്ടി +1 എത്തുമ്പോഴാണ് പിന്നെ അടുത്ത സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നത്. ആലോചിച്ച് നോക്കണം. ഹൈസ്കൂളിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്തൊരു വിവരക്കേടാണ് ഇയാൾ കാണിക്കുന്നത്. നോളത്തരം എന്ന് പറഞ്ഞാൽ അങ്ങേ തലയ്ക്ക് ഒരു വിവരമില്ലാതെ പിന്നെ തലയ്ക്ക് വെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. ഇംഗ്ലീഷ് അറിയാത്തത് പോട്ടെ, കണക്കറിയാത്തത് പോട്ടെ, ഇംഗ്ലീഷും കണക്കും അറിഞ്ഞില്ലെങ്കിലും അഡ്മിനിസ്ട്രേഷനെങ്കിലും അറിയണ്ടേ, സാമാന്യ ബുദ്ധി വേണ്ടേ.
അതില്ലാതെയാണ് ഈ ശിവൻകുട്ടി മാമൻ പറയണത്. ഞാൻ പറയട്ടെ, ഇയാൾ പിന്നെ ഇപ്പം എല്ലാ വർഷവും ഈ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഈ 4 കൊല്ലം കൂടുമ്പോൾ ഒളിമ്പിക്സ് നടത്താന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇയാളെ പിന്നെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേ UEFA നമ്മളെ യൂറോ കപ്പൊക്കെ നടത്തുന്ന ആ സമിതിയുടെ ചെയർമാനാക്കിയിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്തുന്നതിന്റെ ചെയർമാനാക്കിയിട്ടൊക്കെ മാറ്റണം ഇയാളെ. ഇയാൾ ഇവിടെ ഇരിക്കേണ്ട ആളല്ല. അത്ര അപൂർവ സ്ഥിതിയുള്ളൊരു വിചിത്ര സാധനമാണ്, അതിബുദ്ധിമാനാണ് മൂപ്പരെന്തായാലും. ഞാൻ പറയണത് പിന്നെ കായിക മത്സരങ്ങളിലൊക്കെ ഇതൊക്കെ ഇനമായിട്ട് പ്രഖ്യാപിക്കണം. ഇതൊക്കെ ലാപ്ടോപ്പ് തല്ലി പൊളിക്കുക. ഏത് നിയമസഭയിൽ മൂപ്പരെന്നെ കാണിച്ചാണല്ലോ. മുണ്ട് മടക്കി കുത്തിയിട്ട് മേശയുടെ മേളിൽ കയറിയിട്ട് എങ്ങനെയൊക്കെ അഭ്യാസം കാണിക്കാം, അതിലൊരു മത്സരം. അതേപോലെ തന്നെ പിന്നെ ഈ കസേര എടുത്തിട്ട് എങ്ങനെ എറിയാം, അതൊക്കെ മത്സര ഇനങ്ങളായിട്ട്, അല്ലാതെ വെറുതെ അമ്പെയ്ത്ത് പിന്നെ മറ്റേ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ടം, ചാട്ടം, ഇതൊന്നല്ല വേണ്ടേ. നീന്തൽ, ഇതൊന്നല്ല വേണ്ടേ. ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കൽ പിന്നെ മത്സര ഇനമായിട്ട് മാറ്റുകയും കസേരയുടെ മേളിൽ പിന്നെ കസേര എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എറിയുകയും, അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മേശയുടെ മുകളിൽ കയറി നിന്നിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് മുണ്ടുകൂടി തന്നെ വരണം എന്ന് പറയണം കുട്ടികളോട്. മുണ്ടുകൂടി തന്നെ വരണം, മുണ്ട് മടക്കി കുത്തിയിട്ട് എങ്ങനെ അഭ്യാസം കാണിക്കാം തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ കൂടി പിന്നെ ഒരു മത്സര ഇനമായിട്ട് പ്രഖ്യാപിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ എന്ത് തോന്നിയാസാണ് 4 കൊല്ലം കൂടുമ്പോൾ മത്സരം നടത്തിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് UP സെക്ഷനിൽ പങ്കെടുക്കാം. ആ കുട്ടിക്ക് ഹൈസ്കൂൾ സെക്ഷനിൽ പങ്കെടുക്കാൻ അവസരമില്ല. കാരണം പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ട് മത്സരം. 8ലും 9ലും 10ലും ഈ കുട്ടി പഠിക്കുമ്പോൾ ഉണ്ടാവില്ല. എന്നാൽ പിന്നെ 12 കൊല്ലം കൂടുമ്പോൾ നടത്തുള്ളൂ. ശിവൻകുട്ടി മാമ കുംഭമേള നടത്തണ മാതിരി 12 കൊല്ലം കൂടുമ്പോഴാണല്ലോ കുംഭമേള നടക്കുക. അതേപോലെ നടത്ത്. എന്നാൽ പിന്നെ ഒരു ഗുണമുണ്ട്. ഇപ്പം ഈ വർഷം പിന്നെ സ്കൂളിൽ ചേർന്ന കുട്ടിക്ക് 1ാം ക്ലാസ് പഠിക്കുമ്പോൾ പങ്കെടുക്കാം. ഏത് ഈ LP സ്കൂൾ സെക്ഷനിൽ. അതിന് UPയിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഹൈസ്കൂളിൽ പങ്കെടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു. അടുത്ത വർഷം 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിക്ക് ഒന്നിലും പങ്കെടുക്കാൻ പറ്റില്ല. 12 വർഷം കഴിയുമ്പോഴല്ലേ. അടുത്ത വർഷം 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി പിന്നെ ഈ 10 വർഷം കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമല്ലോ. പിന്നെ 12 വർഷം കഴിയുമ്പോൾ ഈ മത്സരം നടത്തിയിട്ട് എന്താ കാര്യം? ഒരു ലോജിക്കില്ല. അത് വളരെ ഇല്ലോജിക്കലായിട്ടുള്ള ഏത് ലോകത്തെ ഈ പൊട്ടന്മാർ നിൽക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ തന്നെ പിടിച്ചിട്ട് മന്ത്രിയാക്കിയിട്ടുള്ളത് ഇവിടെ ഈ 4 കൊല്ലം കൂടുമ്പോൾ ഒളിമ്പിക്സ് നടത്താൻ വാക്കുകളിലൊന്നല്ല. അക്കാദമിക് നിലവാരം, സ്കൂളിലെ അക്കാദമിക് നിലവാരം ആദ്യം ഉയർത്തണം. വേണ്ട, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അക്കാദമിക് നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾക്ക് അക്കാദമിക് നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് എന്നുള്ളതിന് എന്താ പറയുക? ഇപ്പം നമ്മൾ കാരണം ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ കുഴപ്പമുണ്ടേ. എനിക്കാണെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അറിയില്ല. അതിൻ്റെ പ്രശ്നമുണ്ട്. എന്നെ അറിയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അക്കാദമിക് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം. ഇപ്പോൾ നമ്മൾ ഈ വാക്ക് തന്നെ ഇപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. സ്വിച്ചിന് നമ്മൾ മലയാളം എന്ന് പറഞ്ഞാൽ വൈദ്യുതാഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. ഇതിൻ്റെ പ്രശ്നമുണ്ട്. കാറിൻ്റെ മലയാളം നമുക്കറിയില്ല, ബസ്സിൻ്റെ മലയാളം നമുക്കറിയില്ല, ഓട്ടോറിക്ഷയുടെ മലയാളം നമുക്കറിയില്ല, ബൈക്കിൻ്റെ മലയാളം അറിയില്ല, സ്കൂട്ടറിൻ്റെ മലയാളം അറിയില്ല, ടേബിളിൻ്റെ മലയാളം നമുക്കറിയാം, മേശയാണെന്നറിയാം, ഫുഡിൻ്റെ മലയാളം നമുക്കറിയാം, ഭക്ഷണമാണെന്നറിയാം. പക്ഷേ ചില വാക്കുകൾക്ക് നമുക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചൊരു പ്രശ്നമുണ്ട്. ഈ അക്കാദമിക് നിലവാരം എന്നൊക്കെ പറയുമ്പോൾ പോട്ടെ. അതെന്തായിരുന്നാലും നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ഇട്. അത് പിന്നെ ശിവൻകുട്ടി മാമൻ പിന്നെ കാണുകയാണെങ്കിൽ കാണട്ടെ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഐച്ഛിക വിഷയമായിട്ട് തന്നെ പല കാര്യങ്ങളും തിരഞ്ഞെടുക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. സർക്കാർ സ്കൂളുകളിലെ ഡ്രിൽ പീരീഡ് അല്ലെങ്കിൽ PT പീരീഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, കുട്ടികളെ ആ സമയത്ത് ഒഴിവാണ് അവർക്ക് പന്ത് കളിക്കേണ്ടവർക്ക് കളിക്കാം, കളറും പോലീസും കളിക്കേണ്ടവർക്ക് കളിക്കാം, പിന്നെ എന്താണ് ചുട്ടിയും കോലുവോ അങ്ങനത്തെ സാധനം അത് കളിക്കേണ്ടവർക്ക് കളിക്കാം, ക്രിക്കറ്റ് കളിക്കേണ്ടവർക്ക് കളിക്കാം, പന്ത് കളിക്കേണ്ടവർക്ക് കളിക്കാം, കളിക്കാവുന്നിരിക്കുന്നവർക്ക് വേറെ എവിടെയിൽ ഇരുന്നിട്ട് പിന്നെ സ്വറ പറഞ്ഞിരിക്കാം. ഇതാണ് സ്ഥിതി. എക്സ്പേർട്ടായിട്ടുള്ള പിന്നെ ഈ PT അധ്യാപകർ പോലും സ്കൂളിലില്ല. ഇതിൻ്റെ അവസ്ഥയുണ്ട് സ്കൂളുകളിൽ. വേണ്ട, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളിൽ? പൈസ ഉള്ളവരുടെ മക്കൾ പോയിട്ട് ഡാൻസ് പഠിക്കാമെന്നല്ലാതെ സ്കൂളുകളിൽ ഡാൻസ് പഠിപ്പിക്കാൻ സംവിധാനമുണ്ടോ? കുച്ചിപ്പുടിയോ മോഹിനിയാട്ടോ പിന്നെ ഫോക്ക് ഡാൻസോ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ള സൗകര്യം ഇല്ല, ഒന്നുമില്ല. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അതൊന്നും വേണ്ട. പിള്ളേരെ പിന്നെ സിലബസിലുള്ള സാധനം മര്യാദയ്ക്ക് പഠിപ്പിച്ച് അക്ഷരം പഠിപ്പിക്കുക. സജി ചെറിയാൻ പറഞ്ഞതാണല്ലോ കുട്ടികൾക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ളത്. അക്ഷരം പഠിപ്പിക്കുക. അത് ചെയ്യാതെ കിടന്നിട്ട് ലോകത്തൊന്നും ഇല്ലാത്ത സാധനം കൊണ്ട് 4 കൊല്ലം കൂടുമ്പോൾ സ്കൂൾ ഒളിമ്പിക്സ്. അതുകൊണ്ടേ പറഞ്ഞ 12 വർഷം കൂടുമ്പോൾ കുംഭമേള നടത്തണ മാതിരി പിന്നെ അത് നടത്ത് സ്കൂൾ ഒളിമ്പിക്സ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി 4 കൊല്ലം കൂടുമ്പോൾ കലാമേള അങ്ങനെ നടത്ത്. അല്ല 12 കൊല്ലം കൂടുമ്പോൾ
ഒരു സാമാന്യ ബുദ്ധിയില്ലാത്തൊരു പൊട്ടൻ. ശരിയെന്നാ, എന്തായാലും ഈ പൊട്ടന്മാരെ മാത്രമേ ഇയാൾ മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ളൂ. സാമാന്യ ബുദ്ധിയുള്ളവർ ഒറ്റൊന്നും എടുത്തിട്ടില്ല. എന്നാ അറിയോ, എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരുത്തിനെതിരെ വരരുത്. അത്യാവശ്യം പിന്നെ കുറച്ചെങ്കിലും അതിനകത്ത് സെൻസുള്ള ആൾ ഇയാളാണല്ലോ, കാരണഭൂതൻ. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടാണല്ലോ, ശൈലജ ടീച്ചറടുത്ത് മൈക്ക് പിടിച്ച് മേടിച്ചിട്ട് പിന്നെ കോവിഡ് കാലത്ത് പ്രസംഗം തുടങ്ങിയല്ലോ. അപ്പോൾ വേറെ ആരും പൊങ്ങരുത്. എൻ്റെ മരുമോൻ കൊണ്ടുവരണം. മരുമോനാണെങ്കിൽ പിന്നെ തെങ്ങിൻ്റെ അത്രയും ഉയരണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉയരം ഒരു 5, 6, 7 അടി ഏറ്റുണ്ട്. കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം. കയ്യിലിരിപ്പിനെ കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഞാൻ. ഇളമരം കരീമും പിന്നെ ഇവനൊക്കെ തമ്മിലുള്ള ഈ ബന്ധം കൊണ്ടാണ് ആ ജീവിതത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ചത് മുഴുവൻ. ശരിയെന്നാ.